ഒരുത്തൻ പറയുന്നത് കേട്ട് അവനവിടെ കൊണ്ടുവന്ന പട്ടിക്ക് അവൻ എവിടുന്ന് കൊണ്ടിട്ട് പട്ടിക്ക് ഞാനിതിനെ ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ല. ഇതിനെയും പ്രശ്നേഷിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ, ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യമൊന്നും അല്ല നമ്മുടെ നാട്ടില്. അപ്പൊ നാളെ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റം കുറവും കൊണ്ടാന്ന് ഞാൻ വിചാരിച്ച് ആശ്വസിച്ചു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് പുതിയൊരു പ്രശ്നവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗായ്സ്. ദീർഘകാലമായ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം അണ്ണനൊന്ന് താഴോട്ടിറങ്ങി വന്നുകൊണ്ടിരുന്നയാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒന്ന് സ്പേസിൽ പോകണമെന്ന്. ആ ഒരു സ്ഥാനത്താ നമ്മുടെ പ്രശ്നേഷൊക്കെ മണിക്കൂറുകൾ ഇടവിട്ട് സ്പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന. ചില സമയത്തൊക്കെ പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ മതി. അപ്പം അണ്ണന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ആശാൻ പുതിയൊരു പ്രശ്നവുമായി ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ ഇവൻ കാരണം നാട്ടുകാർക്കാണ് പ്രശ്നം ഉണ്ടാകാറ്. പക്ഷേ ഇത്തവണ നാട്ടുകാർ കാരണം ഇവന് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ആലപ്പുഴ ബീച്ചിൽ ആരെങ്ങാണ്ടൊക്കെ ചേർന്ന് ഇവനെ ചീത്ത പറഞ്ഞു എന്നാണ് ഇവൻ പറയുന്നത്. പ്രശ്നേഷും ഇവന്റെ അനിയത്തിയും ഇവർക്കുണ്ടായ അനുഭവം വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ശരിക്കും ഞങ്ങൾ ഇന്ന് ബീച്ചിൽ വന്നതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു. അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അയാളെ കൊണ്ടുപോകാനായിട്ടാണ് വന്നപ്പം അവളെ കിട്ടിയത് ലേറ്റായതുകൊണ്ടും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താഞ്ഞുകൊണ്ടും ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു. അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ച് അവളെ കൊണ്ടുപോകാന്നുള്ള രീതിക്ക് അവളെ തിരിച്ചുകൊണ്ടാക്കാനാണ് വന്നത്. വന്ന സമയത്തേക്കും 2 ആമ്പിള്ളേർ, അത് 18 വയസ്സെങ്കിലും കാണും, ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇത് അവരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമാണ്, ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല. അവരുടെ അളിയൻ എന്നാണ് പറയപ്പെട്ടത്. ഒരു വലിയൊരു അങ്കിളെന്ന് വേണേൽ വിളിക്കാം. അങ്ങേർക്ക് കൊച്ചുണ്ട്, ഭാര്യയുണ്ട്. അങ്ങേര് നിന്നിട്ട് ഇവൻ കൊണ്ടിട്ട പട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പറയും. അപ്പൊ അതാണ് സംഭവം. ഇവര് ബീച്ചിൽ വന്ന് എവിടെയുള്ള ഒരു പട്ടിക്കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അതിനെന്തോ സ്കിൻ ഇഷ്യൂസ് ഉണ്ട്. ഇവര് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഹോസ്പിറ്റല് ക്ലോസ് ചെയ്ത്. അങ്ങനെ ആ പട്ടിക്കുട്ടിയെ കൊണ്ട് തിരിച്ചു വന്ന് അതിനെ ആ ഒരു ബീച്ചിൽ ഇറക്കി വിട്ട്. അപ്പോൾ ഇവരുടെ കൂടെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന ഫാമിലി അത് കണ്ട് അവർക്ക് ഇവനെ കണ്ടപ്പോ തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അവര് കാണുന്നത് പ്രശ്നേഷൻ ടീമും ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന് ബീച്ചിൽ കളയുന്നത്. ഇത് കാണുന്ന ആരായാലും ഒന്ന് പ്രതികരിക്കൂലേ? പ്രശ്നേഷ് പറയുന്നത് അവര് ബീച്ചിൽ നിന്നും എടുത്തു കൊണ്ടുപോയ പട്ടിയാണ്, അതുകൊണ്ടാണ് അതിനെ അവിടെ തന്നെ കൊണ്ടിട്ടത്. പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഫാമിലിക്ക് അതറിയില്ലല്ലോ. അവര് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് വൃത്തിയെക്കുറിച്ചും സാമൂഹ്യ ബോധത്തെക്കുറിച്ചും വലിയ വർത്താനം പറയുന്ന ഒരു മാന്യൻ ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന് പബ്ലിക് പ്ലേസിൽ ഉപേക്ഷിക്കുന്നു. സോ അവരത് ചോദ്യം ചെയ്തതിൽ എന്താണ് തെറ്റ്? അവരൊരു സാമൂഹ്യ വിഷയത്തിലല്ലേ പ്രതികരിച്ചത്? അങ്ങനെ കണ്ടാ മതി. എന്തായാലും ബാക്കിയൂടെ പറ, കേക്കട്ടെ. അയാള് കള്ളിന്റെ പുറത്തായിരുന്നു. പക്ഷെ അയാളുടെ കൂടെയുള്ള ആൾക്കാരും പിടിച്ച് മാറ്റാനോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല. ഇവന്റെ കൂടെ ഉള്ളത് ഞങ്ങൾ 2 പെൺപിള്ളേർ മാത്രമാണ്, വേറെ ആരും ഇല്ല. അതൊന്നും നോക്കില്ല. അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക സത്യം. അതായത് ഇപ്പം ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കയറി ഇടപെട്ട്, അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കയറി മറ്റുള്ളവർക്ക് ഇടപെടാനുള്ള ലൈസൻസും തന്ന് അല്ലെങ്കിൽ ലൈസൻസും കിട്ടിയ കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അത് ശരി, പേഴ്സണൽ സ്പേസിലും ഫാമിലി ലൈഫിലും കയറി ഇടപെടുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? അവർ നിങ്ങൾ പബ്ലിക്കായി ചെയ്ത ഒരു കാര്യത്തെയല്ലേ ചോദ്യം ചെയ്തത്? പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ട നിങ്ങളത് ചോദ്യം ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. പൊതുസ്ഥലത്ത് ഒരു പട്ടിക്കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന കണ്ട ആരായാലും ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ആ പട്ടിക്കുഞ്ഞിനെ ബീച്ചിൽ നിന്നും എടുത്തുകൊണ്ടു പോകുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കണമായിരുന്നു. അതാകുമ്പോൾ അവരെ കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്താമല്ലോ. ഒന്ന് ചായ കുടിക്കാൻ പോലും വണ്ടി സൈഡാക്കിയ 4 സൈഡിൽ നിന്നും വണ്ടിയുടെ വീഡിയോ എടുത്തു വെക്കുന്ന ടീംസ് അല്ലേ നിങ്ങൾ? എന്തേ ബീച്ചിൽ നിന്നും പട്ടിക്കുട്ടി എടുത്തപ്പോൾ വീഡിയോ എടുക്കാഞ്ഞത്? പിന്നീട് എന്താ പറയുന്ന, അയാൾ വെള്ളം അടിച്ചിട്ട് വന്ന പ്രശ്നം ഉണ്ടാക്കിയെന്ന്. അയാളുടെ കൂടെ ഭാര്യ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ മിക്കവാറും മക്കളും ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഫാമിലി ആയിട്ടൊക്കെ ബീച്ച് വരുമ്പോൾ ആരെങ്കിലും വെള്ളം അടിക്കുമോ? എൻ്റെ അറിവിലില്ല. ഇവര് ചുമ്മാ അടിച്ചു വിടുന്നതാണെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബീച്ചിൽ നടന്ന പ്രശ്നത്തിൽ അടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ജസ്റ്റ് വാക്കേറ്റം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കി കൂടി കണ്ടു നോക്കാം. ഇന്ന് ഫാമിലി ആയിട്ട് നിന്നു. ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു. ഇവിടെ തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ട് അല്ലെ, ഇവിടെ തന്നെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവളെ ഇവിടെ തന്നെ കൊണ്ടാക്കി. അപ്പോഴത്തേക്കും ഒരു ടീം ചുറ്റും വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുത്തൻ സംസാരിക്കുന്ന കേട്ടാണ് പറയുന്നത് കേട്ട്
അവനവിടെ കൊണ്ടുവന്ന പട്ടിക്ക് അവൻ എവിടുന്ന് കൊണ്ടിട്ട് പട്ടിക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയും കൊണ്ടിട്ടല്ല, ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ് പറഞ്ഞു. അതിന് നീ എന്തിനാണ് എൻ്റെ കയ്യിലോട്ട് കയറി കളിപ്പിക്കാൻ പറഞ്ഞത്? നീ എന്താ കയറി അലമുണ്ടാക്കുന്നത്? ഞാൻ എൻ്റെ അളിയൻ്റെ കയ്യിലല്ലേ പറഞ്ഞു, നീ എന്നെക്കുറിച്ച് നീ എൻ്റെ എന്തുവാ കയറി പറയുന്നത്? ഓ, ഇപ്പോഴാണ് ഒറിജിനൽ സംഭവം പുറത്തു വരുന്നത്. ഇവരങ്ങോട്ട് പോയി ഏണി പിടിച്ചതാണ്. ആ ഫാമിലി ആ ഒരു നായക്കുട്ടിയെ കണ്ട് ഇതിന് ഫുഡ് കൊടുത്താലോ എന്ന് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ പ്രശ്നേഷിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞ് ഇവൻ കൊണ്ടുവന്നിട്ട പട്ടിക്കുട്ടിക്ക് നമ്മൾ എന്തിനാണ് ഫുഡ് കൊടുക്കുന്നത്, അവൻ വേണമെങ്കിൽ കൊടുക്കട്ടെ. അത് കേട്ട് ട്രിഗറായ നമ്മുടെ പ്രശ്നേഷ് അങ്ങോട്ട് പോയി ഇടപെട്ടതാണ് ബാക്കി പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രശ്നേഷ് തന്നെ പറയുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം. അവനവിടെ കൊണ്ടുവന്ന പട്ടിക്ക് അവൻ എവിടുന്ന് കൊണ്ടിട്ട് പട്ടിക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട്. അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതുപോലത്തെ ടോക്കായത്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ചാണല്ലോ, ഞാൻ എവിടുന്ന് കൊണ്ടിട്ടെന്നാണല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയും കൊണ്ടിട്ടല്ല, ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്. കേട്ടല്ലോ, അവരവിടെ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കയറി ഇടപെട്ട് പ്രശ്നം വഷളാക്കിയത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പ്രശ്നേഷ്. വെറുതെ അല്ല മുത്തിന് പ്രശ്നേഷ് എന്ന് പേര് വന്നത്. ഇതൊക്കെ ആളുകൾ കണ്ട് അറിഞ്ഞിട്ട പേരല്ലേ. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്ത പോലെ കുറ്റം ഫുള്ള് ആ ഫാമിലിയുടെ തലയിലേക്ക് അങ്ങ് ഇട്ടേക്കുക. അവര് വെള്ളം അടിച്ചിട്ട് വന്നതാണ്, ചക്കയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴാണ് വീഡിയോയുടെ തുടക്കത്തിൽ പ്രശ്നേഷിന്റെ അനിയത്തി പറഞ്ഞത് കറക്റ്റ് ആയത്. ഇതിനെയും പ്രശ്നേഷിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ, ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യമൊന്നും അല്ല നമ്മുടെ നാട്ടില്. അപ്പൊ നാളെ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റം കുറവ് കൊണ്ടാണെന്ന് തന്നെ വിചാരിച്ച് ആശ്വസിച്ചോണം. പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് കിട്ടാളെയൊക്കെ കിട്ടി ചോദിക്കാളെയൊക്കെ ചോദിച്ച് വാങ്ങിച്ചിരിക്കുക. എന്നിട്ടും ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് പറഞ്ഞാൽ നിന്റെയൊക്കെ കയ്യിരിപ്പ് ഉണ്ടാന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അനിയത്തി പറഞ്ഞ പോലെ തന്നെ കിട്ടാനുള്ളതൊക്കെ കിട്ടി, ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ച് വാങ്ങിച്ചല്ലോ, സന്തോഷമായല്ലോ. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ പോയി ചാടാതിരിക്കുക. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.